കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ളൊരു പ്രശ്നം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല. ഉറപ്പാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിലെ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു വാൽവ് എടുത്തു കളയുന്ന ഒരു പരിപാടി പലരും കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഓവർ ഹീറ്റ് ഇഷ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർ ചിലരെങ്കിലും പറയുന്നൊരു കാര്യമാണ് ഈ തെർമോസ്റ്റാറ്റ് വേണ്ട, ഇവനിരുന്നാൽ പണിയാകും, ഇതെടുത്തങ്ങ് കളയും. ഇങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് തെർമോസ്റ്റാറ്റ് വരുന്നതെന്ന് ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞുതരാം. തെർമോസ്റ്റാറ്റിൻ്റെ ഏറ്റവും വലിയൊരു അല്ലെങ്കിൽ തെർമോസ്റ്റാറ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ഈ പറയുന്ന എൻജിനകത്ത് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആകാൻ വേണ്ടി, അതായത് എൻജിൻ അതിൻ്റെ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു വസ്തുവാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നത്. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യുന്ന ഒരു വാൽവാണ്. ആ ഒരു വാൽവിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ഇട്ടേക്കും, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയാണ് അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ഒക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ അതിൻ്റെ സെറ്റിംഗ് ഞാൻ കാണിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയേക്കാം. അപ്പോൾ ആ ഒരു വാൽവ് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് ഒരു കാരണവശാലും കൂളൻറ്റിൻ്റെ സർക്കുലേഷൻ നടക്കത്തില്ല. അങ്ങനെ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു വാൽവ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴാണ് എൻജിൻ നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ, അതായത് ആ ഒരു ഹീറ്റിലോട്ട് എത്തുന്നത്, അന്നേരം ആ ചൂട് കൊണ്ട്, അതായത് നമ്മുടെ ഈ എൻജിൻ്റെ ചൂട് കൊണ്ട് ഈ സൈഡിൽ കാണുന്ന ഒരു യൂണിറ്റ്, അതെ ഇതിനകത്താണ് ഈ തെർമോസ്റ്റാറ്റ് വാൽവ് വരുന്നത്. അപ്പം ഈ ഒരു എൻജിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്ന കൂളൻ്റ് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് അതിന് കൃത്യമായിട്ട് ടെമ്പറേച്ചർ, എൻജിൻ ഹീറ്റ് ആകുന്ന സമയത്ത് അതിനകത്തുള്ള, അതായത് നമ്മുടെ എൻജിനിലുള്ള കൂളൻ്റ് കൃത്യമായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ വാൽവ് ഓപ്പൺ ആകും. അതായത് ഈ വാൽവായിട്ട് ടച്ച് ചെയ്താണ് ഇരിക്കുന്നത്. ഈ വാൽവ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാത്രം ഇതിലെ കൂളൻ്റ് ഫുള്ള് സർക്കുലേറ്റ് ചെയ്ത് റേഡിയേറ്ററിലോട്ട് വന്ന് റേഡിയേറ്റർ നേരെ താഴോട്ട് പോയി ഇങ്ങനെ ഒരു സർക്കുലേഷൻ ഇവിടെ നടക്കത്തുള്ളൂ. അപ്പം നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തെർമോസ്റ്റാറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ വാഹനത്തിനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നോർമൽ വർക്കിംഗ് ടെമ്പറേച്ചർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ വാഹനത്തിൽ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞൊരു വാൽവ് വരുന്നത്. പലരും ചിന്തിക്കുന്ന ഒരു കാര്യം ഈ വാൽവ് ഇവിടെ ഇരുന്ന ഭയങ്കര പണിയാണ്. തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. കാരണം വാൽവ് എടുത്ത് കളഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം എന്തൊക്കെ, അതായത് നമ്മുടെ വാഹനത്തിലെ തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഒരു പ്രശ്നം നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടില്ല. ഉറപ്പാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ആവുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ ഈ കോൾഡ് കണ്ടീഷനിലായിരിക്കും. അത് ഹീറ്റായി വരാൻ വേണ്ടി ഒരുപാട് താമസം എടുക്കും. രണ്ടാമത്തെ കാര്യം, പ്രോപ്പറായിട്ടുള്ളൊരു ഹീറ്റ് ഡിസിപ്പേഷൻ നമ്മുടെ വാഹനത്തിൽ നടക്കത്തില്ല. അതായത് കൃത്യമായിട്ട് വാഹനം അതിൻ്റെ എൻജിൻ വർക്കിംഗ് ടെമ്പറേച്ചറിലോട്ട് എത്തത്തില്ല. ഇനി അഥവാ എത്തിയാൽ പോലും കൃത്യമായിട്ടുള്ളൊരു വർക്കിംഗ് ടെമ്പറേച്ചറിൽ ഒരു കാരണവശാലും ഈ വാഹനം നിൽക്കുന്നതായിരിക്കത്തില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പം ഈ ഒരു കാര്യം വരുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൻ്റെ എൻജിൻ പവർ ഔട്ട്പുട്ട് കിട്ടില്ല. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഒരു കാരണവശാലും ഇനി ആരെങ്കിലും നിങ്ങളുടെ വാഹനം, പഴയ വാഹനങ്ങളിലാണ് കൂടുതൽ ഇത് എടുത്ത് കളയാൻ സാധ്യതയുള്ളത്, അങ്ങനെ എടുത്ത് കളയണം എന്ന് പറയുന്നവരോട് നിങ്ങളിത് തിരിച്ച് പറഞ്ഞു കൊടുക്കണം. ഒരു കാരണവശാലും വാഹനത്തിൻ്റെ തെർമോസ്റ്റാറ്റ് വാൽവ് എടുത്ത് കളയാൻ പാടില്ല. അതില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക.